അയർലൻഡിൽ 2016 സെപ്റ്റംബർ ആ ഒരു സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ 2020 ആയപ്പം വീട് വാങ്ങിച്ചു. പക്ഷേ ഫാമിലി ബ്രേക്കായി, സെപ്പറേറ്റഡ് ആയി. കൊച്ചിനെ എനിക്ക് കുറച്ച് നാൾ നാട്ടിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വന്നു എൻ്റെ പേരൻസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് നാൾ തന്നെ അയർലൻഡിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ഞാൻ എന്നെ ലൂസ് ചെയ്തു. ഞാൻ എന്ന വ്യക്തി എവിടേക്കോ ഇവിടെ ലൂസായിപ്പോയി. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ എനിക്കൊന്ന് ഹീലാവണം. എനിക്കൊരു ഫ്രഷ് ന്യൂ എൻവയൺമെൻറ്റ് വേണം. അയർലൻഡിനെ കുറിച്ച് എനിക്ക് ഒരു മോശം അഭിപ്രായമോ ഒന്നും പറയാനില്ല. ലൈക്ക് എനിക്കിപ്പോൾ എൻ്റെ ഫാമിലി ലൈഫ് നല്ലതായിരുന്നെങ്കിൽ ഞാൻ അയർലൻഡ് വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ലായിരുന്നു ചിലപ്പം. പക്ഷേ ബീയിങ് സിംഗിൾ ആൻഡ് ട്രൈങ് ടു ഹീൽ ദ ട്രോമാസ് ഫ്രം മൈ പ്രീവിയസ് മാരേജ്, അയർലൻഡ് വാസ് നോട്ട് ഹെൽപ്പിംഗ്. അത് അയർലൻഡിൻ്റെ വെതർ ആയിരുന്നാലും ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു സെയിം എൻവയൺമെൻറ്റിൽ നിൽക്കുന്നത് ഇറ്റ് വാസൻറ്റ് ഹെൽപ്പിംഗ് മീ. സോ ദ പ്രൈമറി റീസൺ ഫോർ ചൂസിങ് ഓസ്ട്രേലിയ വാസ് ടു ഹീൽ മൈ സെൽഫ്. ആൻഡ് ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഇൻ ദ പാസ്റ്റ് 1 year ഐ വാസ് ഏബിൾ ടു അച്ചീവ് മൈ ഗോൾ. ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് 1 വർഷം മുന്നേ പറ്റത്തില്ലായിരുന്നു. This is me. This is the basic me who would be like confident, would like to do things, but I lost myself in my last marriage. I lost myself. I lost my confidence. I hated me. I hated looking into the mirror and seeing myself. Like everything in me was negative. I just hated me. But I can tell you now, like being in Australia, whatever it is, like it couldn't be just Australia. It could, like, I don't know, the weather has helped me. I'm starting my life from scratch. Like I came here with no money, nothing. ബട്ട് എനിക്ക് കടം മേടിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. ആദ്യത്തെ കുറേ മാസം ഞാൻ ജോലിയായിട്ട് സ്ട്രഗിൾ ചെയ്തു. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും I'm very happy with my decision of moving to Australia. And if I compare Australia with Ireland, I can tell you I'm happy with the food, because അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് ചെയ്യണം എന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ the food culture is something that I adore here. After coming to Australia, I really don't think about going, അയ്യോ ഇനി എപ്പോഴാണ് നാട്ടിൽ പോയിട്ട് ഇതെല്ലാം ഒന്ന് കഴിക്കാൻ പറ്റുന്നത് എന്നൊരു തോട്ട് എനിക്ക് വരാത്ത രീതിയിൽ